കുറേ വണ്ടിയൊക്കെ എടുത്ത് വരാം, പക്ഷെ നമ്മൾ സെലക്ട് ആയിട്ടുള്ള 1-2 വണ്ടി മാത്രം എടുക്കും. ഇനി എനിക്ക് വേറെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു പ്രേക്ഷകർ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ റിട്ടേൺ തന്നോ ഉത്തരവാദിത്തം ഉണ്ടല്ലോ? അത് 100%. അത് വണ്ടി വേണ്ടത് റിട്ടേൺ എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എയർപോർട്ടിലാണ്. കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ഇവിടെ പ്ലെയിനിൻ്റെ റിവ്യൂ ചെയ്യാൻ വന്നൊന്നുമല്ല. ഒരു 4-5 പ്ലെയിൻ അവിടെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങനെ പഴയതായിട്ട് ഏകദേശം പെയിൻ്റൊക്കെ ഫെയ്ഡ് ആയിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്നുമല്ല, നമ്മളൊരു അഡാർ ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, ടൊയോട്ട ഫോർച്യൂണർ. UP രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എവിടെയും NOC കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി SUV സെഗ്മെൻറ്റ് വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടീമായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അവരുടെ കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്, ഇവരുടെ സ്ഥലം തന്നെ വരുന്നത് കണ്ണൂർ മട്ടന്നൂരാണ്. എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെയായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ കോളേജ് കൂടി എടുക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ ഒരു ഐറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. അപ്പോൾ ഒരു SUV സെഗ്മെൻറ്റ് വാഹനങ്ങൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാകാസ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വിൽക്കാൻ സാധിക്കും. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല മഴയാണ്. ഇപ്പോൾ കുടയിൽ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ ഉണ്ടാവും മൈക്കിൽ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഷെൻസി ബായ് നമ്മുടെ കൂടെ ഉണ്ട്. ഷെൻസി എന്നാ ഫുൾ നെയിം? തൻസി, സോറി, ഞാൻ ഷെൻസി എന്നാണ് സേവ് ചെയ്തത്. ഓക്കെ, തൻസി എന്നാണ് പേര്, ഫുൾ നെയിം തൻസി തന്നെ. ഓക്കെ, അപ്പോൾ കണ്ണൂർ മട്ടന്നൂർ തന്നെയല്ലേ നിങ്ങളുടെ ലൊക്കേഷൻ? കറക്റ്റ് എവിടെയായിട്ട് വരിക? കറക്റ്റ് 1 കിലോമീറ്റർ കറക്റ്റ്. ഉത്തിയൂർ ടൗണിൽ തന്നെ. ഏതാ സ്ഥലം? ഉത്തിയൂർ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഫോർച്യൂണർ ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്, 2 വീലാണ്. ഓട്ടോമാറ്റിക്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് ആയിക്കോട്ടെ, റീപെയിന്റ് ആയിക്കോട്ടെ, എല്ലാം ഒറിജിനലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിന് അൺയൂസ്ഡ് ആണ്. സ്റ്റെപ്പിന് ഒരു യൂസ് ചെയ്തിട്ടില്ല. ഏതാ മോഡൽ വരുന്നത്? 2014 ലാസ്റ്റ്. 14 ലാസ്റ്റിലേക്ക് വരുന്ന 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇനി ഏതൊക്കെ വാഹനങ്ങൾ വരാനുണ്ട്? ഇനിയിപ്പോൾ ഫോർച്യൂണറിന് 2 വണ്ടി വരാനുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് മന്ത് വരും. ചെക്ക്, അത് നമ്മൾ ഫുൾ ചെക്കിങ്ങിലുള്ളത്. ഫുൾ ചെക്ക് വെരിഫൈ ആയിട്ടാകുമ്പോൾ നാട്ടിലേക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എത്ര കാലമായി ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? എത്ര കാലമായി? 1 മന്ത് ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വെച്ചാൽ 1-2 വണ്ടി, അത് നമുക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ക്വാളിറ്റി വണ്ടി എടുക്കുള്ളൂ. നമ്മൾ അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കുന്നത് ആ ഒരു ക്വാളിറ്റി നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കേണ്ട അതേ ലെവലിലെ വണ്ടി എടുക്കുള്ളൂ. ഇപ്പോൾ ഹൈ എന്ന് വെച്ചാൽ ഓവർ കിലോമീറ്റർ ഓടിയ വണ്ടി അങ്ങനത്തെ ഒന്നും എടുക്കില്ല. നമുക്ക് പേഴ്സണലി എങ്ങനെ യൂസ് ചെയ്യാം, അത് നല്ല ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി മാത്രമേ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ എന്തൊക്കെ ഇത് വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യാം? അവിടെ ചെക്കിങ്ങിന് ആളുണ്ട്. ഫുൾ A to Z ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ, എല്ലാം ടോട്ടൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി അങ്ങനെ കയറ്റി വിടുള്ളൂ. എഞ്ചിൻ നമ്പർ, ജേസൺ നമ്പർ എല്ലാം നോക്കാറ്? അത് തന്നെ നോക്കാണ്ട് കാര്യമില്ല. എഞ്ചിൻ വരെ മാറ്റി വെച്ചിട്ട് തരുന്ന ടീമാണ്. അതായത് ഡൽഹിയിലായാലും പിന്നെ ഇന്ത്യയിൽ എവിടെ ആയാലും വണ്ടി നല്ല വണ്ടിയുണ്ട്, വടക്ക് വണ്ടിയുണ്ട്. അപ്പം നല്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടുന്ന് ഡീലർമാർ വരെ കുടുങ്ങിയ കഥ എനിക്കറിയാം. എടുത്തുകൊണ്ടിരിക്കുന്ന ഡീലർമാർ വരെ കുടുങ്ങിയ കഥകൾ എനിക്കറിയാം. അതാ ഞാൻ ചോദിച്ചത് എടുത്തിട്ട്. അതുകൊണ്ട് നമ്മൾ 1-2 വണ്ടി, അത്രയും ഇപ്പോൾ കുറേ വണ്ടിയൊക്കെ എടുത്ത് വരാം, പക്ഷെ നമ്മൾ സെലക്ട് ആയിട്ടുള്ള 1-2 വണ്ടി മാത്രം എടുക്കും. അത് സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഒരു ഷോറൂമായിട്ടുണ്ടോ അതോ? ഇല്ല, ഷോറൂമായിട്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ ഇതിൻ്റെ നമ്മളിപ്പോൾ നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തായിട്ട് കുറച്ചും കൂടി വണ്ടി സ്റ്റോക്ക് കൂട്ടിയിട്ട്. ഇതിപ്പോൾ 2014 2 വീൽ ഓട്ടോമാറ്റിക് 70,000 കിലോമീറ്റർ അല്ലേ പറഞ്ഞാൽ? ഇപ്പോൾ കറക്റ്റ് 75,000 കിലോമീറ്റർ. ഓക്കെ, 14 കമ്പയർ ചെയ്തൊക്കെ വലിയൊരു ഓട്ടം പോയിട്ടില്ല. ആ കിലോമീറ്റർ നമുക്ക് ജെനുവിനിറ്റി എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇന്റീരിയലൊക്കെ കണ്ടാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ഒരു സ്വിച്ച് പോലും ഫെയ്ഡ് ആയിട്ടില്ല, എല്ലാം
പക്ക പുതിയ വണ്ടി എങ്ങനെയുണ്ട് അതേ നീറ്റ്നെസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഓവർ യൂസ് ചെയ്ത വണ്ടിൻ്റെ സീറ്റ് ആയാലും നിങ്ങൾക്ക് വണ്ടി ഇൻറ്റീരിയലായാലും പിന്നെ എല്ലാം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ അഡീഷണൽ സീറ്റ് കവർ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, ഒറിജിനൽ കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും വണ്ടി ഉള്ളത് അല്ല. ഓക്കെ, ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല, എല്ലാം ഒറിജിനൽ ക്ലാസ്. 2014 മെയിൻ ക്ലാസ് തന്നെയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇൻഷുറൻസ് ഒക്കെ പക്കയാണ്. ഇതുവരെ ഒരു ആക്സിഡൻറ്റോ അത് ഇൻഷുറൻസ് ചെക്കിങ്ങിൻ്റെ വേറെ ആൾക്കാർ തന്നെ നമുക്കുണ്ട്. അപ്പോൾ അവർ ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ആക്കി തരും. ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ അവർ മൊത്തം ചെക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നത്. ഇൻഷുറൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ പണി, മേജർ പണി വന്നു കഴിഞ്ഞാൽ ആരും കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യില്ല. വണ്ടിക്ക് ഇൻഷുറൻസ് അതിലേ ക്ലെയിം ചെയ്യും. സിമ്പിൾ ലോജിക്കാണ്. അതിലാണ് ഇൻഷുറൻസും കൂടി ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ പറയുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അത്രയും ഉറപ്പുണ്ട് വണ്ടി നമ്മൾ അത്ര ദൂരത്ത് നിന്ന് എടുത്ത് ഓടിച്ച് വന്ന് ആ ഒരു പെർഫെക്റ്റ് വണ്ടിക്ക് അത്ര നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും. എന്താ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല, എല്ലാം പക്ക പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ സർവീസ് ചെയ്തോ? ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമ്മൾ കമ്പനി കണ്ണൂർ ഇതിന് ടൊയോട്ട ഷോറൂം കയറ്റി എല്ലാം ചെക്ക് ചെയ്ത് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, ഫുൾ ഉണ്ട് അല്ലേ? ഓക്കെ, നിലവിൽ ലാസ്റ്റ് ഇവിടുന്ന് സർവീസും ചെയ്തില്ല. ഓക്കെ, ഫുൾ കമ്പനി ഹിസ്റ്ററി ലഭിക്കുന്ന വാഹനമാണ്, ഒരു പണിയുമില്ല. സാധാരണ ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ പെട്ടുപോയ അവസ്ഥകളുണ്ട് പലർക്കും. പല ചെറിയ ചെറിയ പണി വന്നിട്ട് പെട്ടുപോയ അവസ്ഥകളുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ എടുക്കാം, ആ ലെവലിൽ നമ്മളൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല. അതായത് ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രം സർവീസ് ചെയ്യാൻ വിട്ടുപോയിട്ട് മാത്രം പണി കിട്ടുന്ന വണ്ടികളുണ്ട്. സർവീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പെട്ടുപോയ വണ്ടികളുണ്ട്. അതാണ് ചോദിച്ചത്, എടുത്ത് ചോദിച്ചത്. അങ്ങനത്തെ ഒരു പണിയില്ല. അതിൽ 100% എന്തുണ്ടെങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അത് അത്രയും 100% ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയും ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് വേറെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു പ്രേക്ഷകർ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ റിട്ടേൺ തന്നോ? ഫുൾ ഉത്തരവാദിത്തം ഉണ്ടല്ലോ? അത് 100%. അത് വണ്ടി വേണ്ടത് റിട്ടേൺ എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത്രയും ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എത്ര ദിവസം നിങ്ങൾ ചെക്കിംഗ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക? 7 ദിവസം കൊടുക്കുമോ അതോ ഒരു 10 days കൊടുക്കാം? 10 days വരെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അത്രയും കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ട് എന്തായാലും വണ്ടി എടുത്ത് ജസ്റ്റ് 1 kilometer ഓടുമ്പോൾ ഈ വണ്ടിയുടെ പെർഫെക്റ്റ് ആയിരിക്കും മനസ്സിലാവും. എന്ന് വെച്ചാൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ട് നമുക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ, കുറച്ച് നമുക്കൊന്ന് പോയി നോക്കാം, ഓടിച്ചിട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ വണ്ടിയാണ് വരാനുള്ളത്? ഏതൊക്കെ സ്റ്റോക്ക്? നമ്മളിപ്പോൾ മെയിൻ ടൊയോട്ടൻ്റെ വണ്ടിയെ ചെയ്യുന്നുള്ളൂ. ഫോർച്യൂണർ തന്നെയാണ് മെയിൻ ആയിട്ട്. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റ. അപ്പോൾ ഇനി വരാനുള്ളത് 2 ഫോർച്യൂണർ ആണ്. അപ്പോൾ അത് വന്നവിടെ നമ്മൾ നിങ്ങളെ വീഡിയോയിൽ ഓക്കെ. അതായത് മോഡൽ വരുന്നത് അത് ഒരു പുതിയ മോഡലും ഒരു പഴയ മോഡലും ഉണ്ട്. ന്യൂ ഷേപ്പ് വണ്ടി 2018 മോഡലും പിന്നെ അതുപോലെ 2015 മോഡലും വരാനുണ്ടല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസിന്റെ സൈഡും കൂടി ഒന്ന് അറിയണം. ഇൻഷുറൻസ് ഏകദേശം എത്ര വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ? ഇൻഷുറൻസ് ഇപ്പോൾ നെക്സ്റ്റ് ഇയർ 2-ാം മാസം 14-ാം തീയതി വരെ ഉണ്ട്. ഓക്കെ, 14/2/2025. അത് ചിന്തിക്കേണ്ട, അതുകൊണ്ട് ഇൻഷുറൻസിന് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളതുകൊണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് അല്ല? അതെ. പിന്നെ എത്ര ഐ ഡി വരും? 12 lakhs, 12 ലക്ഷം. 12 ലക്ഷം ഐ ഡി വിലുള്ള വാഹനമാണ്. അതെ, അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ കൂട്ടിയെടുക്കാൻ പറ്റുമോ? ഇതിൽ കേരളത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിയിട്ട് മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. ഫുള്ള് ഇതൊക്കെ എടുക്കുന്നവർക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടും. ഇപ്പോൾ വണ്ടി എടുക്കുന്ന റേറ്റിന് തന്നെ. ഇപ്പോൾ ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്രയാണ്? 2014 മോഡലാകുമ്പോൾ ഇതാകുമ്പോൾ 2 lakhs, 2 ലക്ഷത്തിൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അറേഞ്ച്മെന്റ് ഇപ്പോൾ റെഡി ക്യാഷ് മാത്രമേ നോക്കുന്നുള്ളൂ. റെഡി ക്യാഷ് ലോൺ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മെയിനായിട്ട് റെഡി ക്യാഷ്. നമുക്ക് നെക്സ്റ്റ് വണ്ടി പർച്ചേസിങ് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ലോണിന്റെ ഫെസിലിറ്റി ഇപ്പോൾ നോക്കുന്നില്ല. അല്ല, അതായത് അവർ പുറത്തുനിന്ന് ലോൺ ഇട്ട് വരികയാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് അവർക്ക് ലോൺ എടുത്തിട്ട് വന്നാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള ടൈമും കാര്യമൊക്കെ കൊടുക്കാം. ഒരു അഡ്വാൻസ് പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ അതിനുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്ന് ലോൺ അറേഞ്ച് ചെയ്തിട്ട് വരാം. അത് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്പർ ആയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. നിലവിൽ എവിടെയും NOC എടുത്തിട്ടില്ല. കസ്റ്റമർക്ക് എവിടെയാണ് വേണ്ടത്? നിങ്ങളുടെ ഏത് RTO ആണോ അങ്ങോട്ടേക്ക് NOC എടുത്തു തരാൻ പറ്റിയ 2-wheel ഓട്ടോമാറ്റിക് 2014 മോഡൽ 75,000 ഡ്രിവൺ വാഹനമാണിത്. പിന്നെ ലോ കിലോമീറ്റർ വണ്ടി ഇപ്പോൾ കേരളത്തിൽ കുറവാണ്. അധികം ആൾക്കാർ 1 lakh above ആണ് ഫോർച്യൂണറൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് കൊടുത്തത് 40,000 ഓടിയ വണ്ടിയാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ഒറിജിനലാണോ 75,000 പറയുന്നത്. ഹിസ്റ്ററി പിന്നെ വണ്ടിൻ്റെ ഇന്റീരിയറിൽ എക്സ്റ്റീരിയറിൽ മൊത്തം ചെക്ക് ചെയ്താലാണ് ഒരു വണ്ടിനെ കറക്റ്റ് മനസ്സിലാവും. നമുക്കിപ്പോൾ വെറുതെ 75,000 എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതിൻ്റെ ഇന്റീരിയറായാലും അതിൻ്റെ ഇതിപ്പോൾ ടയർ വരെ എന്നേരം ഒറിജിനൽ ടയറാണ്. സ്റ്റെപ്പിന് അൺയൂസ്ഡ് ആണ്. സ്റ്റെപ്പിന് അനക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഉള്ള ടയർ കുറച്ച് കുറവാണ്, പക്ഷേ സ്റ്റെപ്പിന് അനങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെ ഉണ്ട്. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ലേ? A to Z വർക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ കാണിച്ചു തരും എല്ലാ വർക്കിംഗ് കാര്യങ്ങളും. അതുപോലെ ഇപ്പോൾ നിലവിൽ ഈ വണ്ടി എടുത്താൽ തന്നെ
ഒരു ടച്ചപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ ബമ്പർ ടച്ചപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി എടുക്കുന്ന ആൾക്ക് എടുത്ത് പോവാ, ആ ഒരു കണ്ടീഷൻ മാത്രം. വേറെ ഇതിന് എക്സ്ട്രാ ഒന്നും ചെയ്യാനും വരെ ഇല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെളികളൊക്കെ കാണാം. അത് വേർന്നും കൊണ്ടല്ല, ഇപ്പോൾ മഴയാണ്, മൊത്തം മഴയാണ്, ചെളിയാണ്. ഒന്ന് വാഷ് ചെയ്താൽ ഇതിനും നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ വാഷ് ചെയ്തിട്ടില്ല, അപ്പോൾ വാഷ് ചെയ്ത് ഇതിനും നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇതിന്റെ വില അറിയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് വണ്ടി. എനിക്കും കൂടി പറയാലോ, ഉറപ്പിച്ചിട്ട് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കട്ടെ വണ്ടി, എന്നിട്ട് പറയാം. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഒരു ഡ്രൈവ് പോയി നോക്കാം വണ്ടി എങ്ങനെയുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ. കുറച്ചുകൂടി പരിചയമുള്ള ടോർക്ക് കൺവെർട്ടറാണ്, ഗിയർ ബോക്സ്. അപ്പോൾ പാർക്കിംഗ് നേരെ നമ്മൾ ഡ്രൈവിലേക്ക് ഇടുകയാണ്. ഓക്കെ, നേരെ പോകാൻ പറ്റുമോ? നേരെ പോവാം. നേരെ പോകാം അല്ലേ. ലെഫ്റ്റാ? ലെഫ്റ്റ്. ഓക്കെ, എക്സിറ്റ് വഴി അപ്പുറത്തോട്ട്. ഓക്കെ, അത് ചുറ്റി വരണം. ഇപ്പോൾ ടോർക്ക് കൺവെർട്ടറിൽ ഡ്രൈവ് മോഡ് അല്ല? അതെ. ഓക്കെ, ഡ്രൈവ് മോഡിൽ ഇങ്ങനെ പോവാണ്. നമ്മൾ ജസ്റ്റ് ഈ എയർപോർട്ടിനകത്തു നിന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുന്നതാണ് എങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അധികം കയറ്റിക്കൂടാ. 50ഒക്കെയാണ് ലിമിറ്റ് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പോവാണ്. ഒന്നുമില്ല, വേറെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സസ്പെൻഷനോ എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടോ നോക്കാനോ, വേറെ ഒന്നുമല്ല. ഒരു സസ്പെൻഷൻ പോയ വണ്ടി നിങ്ങൾ ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സസ്പെൻഷൻ എന്നുള്ള കാര്യം. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാണ്. ഒരു സസ്പെൻഷൻ പോയ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കെ, നമ്മൾ കിടന്നിങ്ങനെ അടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, വേറെ ഒന്നുമില്ല. AC കൂളിംഗ് ഒക്കെ സ്മൂത്താണ് കേട്ടോ, വേറെ സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. $75,317 കിലോമീറ്റർ, കറക്റ്റ് കിലോമീറ്റർ. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇട്ട് നോക്കിയിരുന്നു. എല്ലാം വർക്കിംഗ് ആണ്, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ബ്രേക്കിങ്ങും പ്രശ്നമൊന്നുമില്ല, നല്ല ബ്രേക്കിംഗ് ആണ്. ലോ കിലോമീറ്റർ ആവുമ്പോൾ നമുക്ക് ആ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്. ഓവർ യൂസിങ് ഇല്ല, പിന്നെ ആ ഒരു ക്വാളിറ്റി എന്തായാലും മനസ്സിലാവും. സ്മൂത്ത് ഉണ്ട്. ഞാനിപ്പോൾ അടുത്തൊരു വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു, കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കൊടുക്കൂല. ഇവിടെ ഒരു ഹമ്പൊക്കെ കയറുന്നുണ്ട്. ശരിക്കും ഇവിടെ സസ്പെൻഷൻ ഇല്ലെങ്കിൽ നമുക്ക് ടക്ക് ടക്ക് ആ ഒരു ഇതേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. സസ്പെൻഷൻ പ്രോപ്പർ വർക്കിംഗ് അല്ലെങ്കിൽ ജാം ആണെങ്കിൽ വണ്ടി ശരിക്കും എടുത്തടിക്കും, നമ്മൾ ശരിക്കും എടുത്തടിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ സസ്പെൻഷൻ പണി കിട്ടിയ ഏകദേശം എത്ര കോസ്റ്റ് വരും അറിയോ? എന്തായാലും ഉണ്ടല്ലോ നല്ലൊരു അല്ലേ. ടൊയോട്ടയൊക്കെ പൊതുവെ അങ്ങനെ മെയിൻ്റെനൻസ് വരാറില്ല. പക്ഷേ വണ്ടി വെറുതെ ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണിയാന്ന് പറഞ്ഞേക്കാം അല്ലേ. ഓടിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാണ്ട് വെച്ചാൽ പ്രശ്നം, പെട്ടെന്ന് പണി വരില്ല. ഇതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവർ കറക്റ്റ് യൂസ് ചെയ്തതിന്. പക്ഷേ ഓവർ ഓടിയിട്ടില്ല എന്നുള്ളൂ. ഓവർ ഓടിയിട്ടില്ല, അത് തന്നെ. ഓക്കെ ഓക്കെ, നമ്മൾ തീരെ ഓടാതെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഡാമേജ് ആവും, പ്രശ്നമാവും, മാറേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഇതിനിപ്പോൾ എന്തായാലും IDV കൂട്ടിയെടുക്കാൻ പറ്റും നമുക്ക്, അങ്ങനത്തെ പ്രശ്നമില്ല അല്ല. IDV ഒക്കെ അവർക്ക് എടുക്കാം. അതായത് നിങ്ങൾ എത്രയാണോ ലോണിന് ഉദ്ദേശിക്കുന്നത് അത് ചോദിച്ചിട്ട് ബാങ്ക് എന്തായാലും വന്ന് ഇൻസ്പെക്ട് ചെയ്യും വാഹനം. അവർ ഫുള്ള് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് വാഹനത്തിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ടാവും, അതനുസരിച്ചിട്ടേ അവർ ഇടുള്ളൂ. പിന്നെ അവർക്ക് ഇപ്പോൾ റെഡി ക്യാഷിന് വണ്ടി എടുത്തിട്ട് പിന്നെ ലോണ് വേണ്ടി ചെയ്യാലോ എടുക്കുന്ന ആൾക്ക്. അതെ അതെ അതെ, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മളൊരു വണ്ടി ലാസ്റ്റ് കൊടുത്തത് അങ്ങനെയാണ്, നമ്മളിപ്പോൾ അവർക്ക് റെഡി പേയ്മെന്റിനെ കൊടുത്തത്. ഓക്കെ, സ്മൂത്താണ് വണ്ടി, സ്മൂത്താണ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ വലിയ ഓട്ടോ ഒന്നും ഓടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാണ്. എന്തെങ്കിലും വാർണിങ്സോ ഒന്നും കാണുന്നില്ല, മീറ്ററിലോ വാർണിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങളൊന്നും നോക്കിയാണ്. ഇവർ പറയുന്ന കിലോമീറ്ററിന്റെ ഏകദേശം ഒരു ജെനുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു, അത്രേ പറയാൻ പറ്റൂ. ബാക്കി അതാണ്, ബാക്കി എടുക്കുന്ന ആൾക്ക് ഫുൾ ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണോ? ഇവിടുന്ന് റൈറ്റ് ആണല്ലോ. അത് കണ്ണൂർ എയർപോർട്ടിന്റെ നല്ല അടിപൊളി വ്യൂ ആണിത്. നിങ്ങൾ എത്ര പേരാ ഫ്രണ്ട്സ് ഗ്യാങ് എങ്ങനെ ചെയ്യുന്നത്? എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 4 പേരുണ്ട് ഫ്രണ്ട്സായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വേറെ ബിസിനസ്, അതിന്റെ കൂടെ നമ്മൾ
എന്താ മെയിൻ ബിസിനസ് എന്താ? നമ്മള് റെസ്റ്റോറന്റ്, പിന്നെ മൊബൈൽസ്, ഗാഡ്ജറ്റ്സിന്റെ പരിപാടി. റെസ്റ്റോറന്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പാർട്ട്ണർ റെസ്റ്റോറന്റ് ആണ് ഇതിനിടയ്ക്ക് താറ് കയറിയത്. ഒരു താറ് കയറിയ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, വൈറലായ ഒരു വീഡിയോ, ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്നു. ഒരു താറ് പാർക്കിങ്ങിനിടയ്ക്ക് കയറിപ്പോയ ഒരു വീഡിയോ അല്ലേ? നമ്മൾ പാർട്ട്ണറുടെ റെസ്റ്റോറന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഓടിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് തിരിച്ചിട്ട്. ഓക്കെ, നമുക്ക് പാർക്കിങ്ങിലേക്ക് മാറ്റാം അല്ലേ? അതെ. ഓക്കെ, പാർക്കിങ്ങിൽ എടുത്തു കഴിഞ്ഞു, ഹാൻഡ് ബ്രേക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളിലത്തെ ലൈറ്റ് ആണെങ്കിലും എല്ലാം വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും. സെൻട്രലൈസ്ഡ് AC ആണെങ്കിലും വർക്കിംഗ് ആണ് അല്ലേ? സെൻട്രലൈസ്ഡ് AC വർക്കിംഗ് ആണ്, നല്ല കൂളിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ല കൂളിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ ഡോറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം കത്തുന്നുണ്ട്. സ്വിച്ച് ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല, സ്വിച്ച് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് നോക്കിയാൽ മതി. അത് ഈ വണ്ടിയിൽ ഒരു 1.5 കോടി സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അതിന്റെ ഇതൊക്കെ ഫെയ്ഡ് ആയിട്ട്. അതുപോലെ സീറ്റ് ആയിക്കോട്ടെ, പിന്നെ ഇതിന്റെ റൂഫ് ഉണ്ട്. സീറ്റ് ഒക്കെ ചെറുങ്ങനൊന്ന് ഡാമേജ് ആവും, പൊടിഞ്ഞു പോകുന്ന ടൈപ്പിലുണ്ടാവും. റൂഫ് അതൊന്നും യൂസേജ് കുറഞ്ഞോണ്ടാണ്. പിന്നെ നല്ല ആളാ യൂസ് ചെയ്തതിന് നമ്മളെ ഒരു കസ്റ്റമർ. അതെ, ഓക്കെ, ഡയറക്റ്റ് ഓണർ അടുത്ത് തന്നെ നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു വിലക്ക് നമുക്ക് തരാൻ പറ്റുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പറയാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളൊരു ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല, വാഹനം ഓടിച്ചിട്ട് സ്മൂത്താണ്. നമ്മൾ വേറെ ഫോർച്യൂണർ ഓടിച്ചിട്ട് അതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, സ്മൂത്താണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് അതാണ് ഇനി അറിയേണ്ടത്. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് 15,50,000 ആണ്. 15,50. 2014 2 വീൽ ഓട്ടോമാറ്റിക്, 75,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം 2 സംതിങ് അല്ലേ? അതിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മാറാനുള്ള ടാക്സ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതും കൂടെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാം. അത് നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ബാക്കി ചെയ്യാൻ പറ്റൂല. ഓക്കെ, നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്യൂല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വേറെ ചെക്ക് ചെയ്യാൻ ആളെ വേണ്ടി കൂട്ടിയിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യാം. എന്ത് ഓപ്ഷൻ ഇവിടെ അടുത്ത് ഷോറൂം ഉണ്ടോ ടൊയോട്ട? ഇവിടെ 27 കിലോമീറ്റർ. 27 കിലോമീറ്റർ അങ്ങോട്ട് പോകണേ, അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളും ചെക്ക് ചെയ്യുക, ഏത് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്താലും നിങ്ങളും ചെക്ക് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ പെടും. അത്രേ ഉള്ളൂ. കറക്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഓടിച്ച് നല്ലോണം ഉറപ്പ് വരുത്തുക. എല്ലാ ഫംഗ്ഷനും നമ്മൾ സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. AC, ലൈറ്റ്സ് എല്ലാം, ബ്രേക്ക് എല്ലാം പ്രോപ്പർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ബാക്കി എന്താ പറയുക, ഒന്ന് കുറച്ച് നേരം ഓൺ ചെയ്തിട്ടിട്ട് വല്ല ഹീറ്റിങ്ങോ എന്തെങ്കിലും വാണിംഗ് കാണിക്കണ്ടോ, ചെറിയ ഡ്രൈവിൻ്റെ ഇടയ്ക്ക് വാണിംഗ് കാണിക്കണ്ടോ, അങ്ങനത്തെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. ഇതുപോലും തെറ്റിച്ചിട്ട് പലരും വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. തൽക്കാലം ലോണിന് വേണ്ട ഒരു ടൈമും കാര്യമൊക്കെ കൊടുക്കാം അല്ലേ? അത് കൊടുക്കുക, കൺഫേം ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, പ്രശ്നം. ഓക്കെ, ജസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും 2 ഫോർച്യൂണർ വരാണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കൂടി അറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ ഏകദേശം ഫൈനലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എന്തായാലും സ്വന്തമാക്കണേ. കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതും ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അതിനനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോകാം. അത്രയേ ഉള്ളൂ. അപ്പോൾ തൻസി ബൈ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.